ഇനി നമുക്ക് വവൽസ് പഠിക്കാം. വവൽസിൽ ലോങ് വവലും ഉണ്ട്, ഷോർട്ട് വവലും ഉണ്ട്. വവൽ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എ, ഇ, ഐ, ഒ, യു. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഷോർട്ട് വവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ മലയാളത്തിൽ ലഘുവും ഗുരു എന്ന് പറയില്ലേ, അതുപോലെ ഒരു സ്മൈലി സിമ്പിൾ മുകളിലിട്ട് അത് ഫോണറ്റിക്സ് പഠിക്കുമ്പോൾ പഠിക്കാനുള്ളതാണ്, പക്ഷേ പറയുകയാണിത്. ഷോർട്ട് വവൽ ലോങ് വവൽ എന്താണെന്ന് ഇവിടെ നോക്കൂ. ഉദാഹരണം: ക്യാറ്റ്, ബെഡ്, പിഗ്, ബോക്സ്, സൺ. കണ്ടോ? യൂന് അ, ഒ, ഇ, എ, ആ. കണ്ടോ? ഇങ്ങനെ ഇത്രയും ശബ്ദമാണ് ഷോർട്ട് വവലായിട്ട് വന്നപ്പം. കണ്ടോ? അടുത്തത് ലോങ് വവൽ വരുമ്പോൾ ഇവിടെ നോക്ക്. കേക്ക്, ഏയ്. ഇവിടെ സൈലന്റ് ഇ വന്നതുകൊണ്ടാണ് കേക്ക്. ഇതൊക്കെ ഈ ലീഫ്, ലോങ് ഇ, ലീഫ്. ഇയും എയും കൂടെ വരുമ്പോഴാണ് ലോങ് ഇ വരുന്നത്. ഈ ടൈം, ഐയും ഇയും വന്നു, അവസാനം ഇയും ഇടയ്ക്കും. ടൈം. കോൺ, ഗ്ലൂ, ഊ, ഓ, ഐ, ഇ, എ. കേക്ക്, ലീഫ്, ടൈം, കോൺ, ഗ്ലൂ. അപ്പം ഇത് ഇത്രയും ലോങ് വവൽസ്. ഇത് ക്യാറ്റ്, ബെഡ്, പിഗ്, ബോക്സ്, സൺ. ഇനി നമുക്ക് ഡിഫ്തോങ്സ് നോക്കാം. ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ രണ്ട് ലെറ്റർ ചേർന്ന് വരുന്നത്, അതായത് ഒരു വവൽ സൗണ്ട് മറ്റൊന്നിനോട് ചേർന്ന് ഒരു സിംഗിൾ സിലബിളിൽ. ഇപ്പം നമ്മളൊരു വാക്ക് പറയുമ്പോൾ മലയാളത്തിൽ ഇപ്പം കമല എന്ന് പറയുമ്പോൾ ക, മ, ല 3 ശബ്ദം വന്നില്ലേ, അതുപോലെയാണ് സിലബിൾ വരുന്നത്. ഇപ്പം എയും ആയും കൂടെ ചേരുമ്പോൾ ഓ. ഇത് ലോ ഒറ്റ വാക്കാണ്. അപ്പം ഈ ഡിഫ്തോങ് എന്ന് പറയുന്നത് വവലും ചേർന്ന് മറ്റൊരു ശബ്ദം ഉണ്ടാകുന്നത്, ഒരു ഗ്ലൈഡിങ് സൗണ്ട്. ഇപ്പം എയും ഡബ്ല്യൂയും കൂടെ ചേർന്ന് വരുമ്പോൾ ഔ, ആയിൽ നിന്ന് തെന്നി ഓ, ഔ, അങ്ങനെ ഗ്ലൈഡ് ചെയ്ത് മാറുന്നത്. ഇവിടെ നോക്ക്, ഉദാഹരണം നോക്ക്. എയും ഡബ്ല്യൂയും കൂടെ ചേരുന്നത് ലോ, ഡ്രോ, ഔ. ഡിയും ആറും കൂടെ വരുമ്പോൾ ഡ്ര, ഔ, ഡ്രോ, ലോ. അടുത്ത് നോക്ക്. എയും യുവും കൂടെ ചേരുമ്പം ഔ, പോസ്, ഓ, പോസ്, ഓദർ. എയും യുവും കൂടെ ഔ, ഓദർ, പോസ്. കണ്ടോ? അടുത്തത് ഇയും ഡബ്ല്യൂവും കൂടെ ചേരുന്നത് ച്യൂ, ച്, സി എച്ച്, ച്, യു, യു, ഫ്, ഫ്. എഫ് വരുമ്പോൾ ഫ്, ഇയും ഡബ്ല്യൂവും കൂടെ വന്നാൽ ഫ്യൂ. അടുത്തത് ഉ, ഫുഡ്, റൂം, ഊ, ഫുഡ്, റൂം. അടുത്തത് ഓയും ഐയും കൂടെ ചേരുന്ന ഓയി, കോയിൻ, ബോയിൽ. ഉദാഹരണങ്ങൾ: ഔ, ഓയും ഡബ്ല്യൂവും കൂടെ വരുമ്പോൾ ഡൗൺ, ബോ, ഡൗൺ, ബോ. അടുത്തത് ഓയും യുവും കൂടെ ചേരുന്നത് ലൗഡ്, ലൗ, ഔ, ഔ, ലൗഡ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ CLOUD, ക്ലൗഡ്. റെസീവ് വിട്ട് പോയി എഴുതാൻ. എയും ഐയും കൂടെ ചേരുന്നത് അടുത്തത് എയ്, മെയിൻ, റെയിൻ. ഉണ്ടോ? മെയിൻ. എമ്മിൻ്റെ കൂടെ മ്, എയിൻ, മെയിൻ, RAIN, റെയിൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ വായിക്കാനും കൂടെ പഠിക്കാമല്ലോ അക്ഷരങ്ങൾ ചേർത്ത്. അടുത്തത് എയും വൈയും കൂടെ വരുന്നത് ഡിഫ്തോങ്. എയും വൈയും കൂടെ വരുന്നത് ഡേ, സ്റ്റേ, ഏയ്, ഡേ, സ്റ്റേ, ഏയ്. അടുത്തത് ഇയും എയും കൂടെ വരുന്നത് ഈറ്റ്, ഇ, എ, ടി, ഈറ്റ്, റീഡ്. അടുത്തത് ഈ, ബി, ഫ്രീ. ഓയും എയും കൂടെ വരുന്നത് ബോട്ട്, റോഡ്, ഓ, ബോട്ട്, റോഡ്. അല്ല, അതിൻ്റെ ശബ്ദം അക്ഷരങ്ങൾ ഉണ്ടാവും ഓയും എയും കൂടെ. അത് യുവും ഇയും കൂടെ ബ്ലൂ, ട്രൂ, ബ്ലൂ. ബിയും എല്ലും കൂടെ വരുമ്പോൾ ബ്ലൂ. ബ്ലൂവിൻ്റെ കൂടെ യുവും ഇയും കൂടെ ചേരുമ്പോൾ ബ്ലൂ. ട്രൂ, ടി ആറും കൂടെ ട്രൂ. ട്രൂവിൻ്റെ കൂടെ യു ഇയും കൂടെ ചേരുമ്പോൾ ട്രൂ. അടുത്തത് ഈ വൈ, ഹേ, കീ. എ, ഇ എന്ന ശബ്ദമുണ്ട്, ഹേ, കീ. അടുത്തത് എയ്റ്റ്, എയ്. ഇയും ഐയും കൂടെ ചേർന്നപ്പം എയ്, GH, റ്റ്, എയ്റ്റ്. കണ്ടോ? അപ്പം ഡിഫ്തോങ്സ് ഇത്രയാണ്: ആ, ഓ, ഇ, ഉ, ഓയ്, ഔ, ഔ, എയ്, എ, ഇ, ഓ, ഉ, എ, എയ്. അടുത്തത് നോക്ക്. ലോങ് എ വരണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഇത് ചേർക്കണമെന്ന് നോക്ക്. ലോങ് എ, റെയ്ഡ്. എയും ഐയും കൂടെ വരുമ്പോൾ ലോങ് എ, ദീർഘമുള്ള എ ആണ് ഉച്ചരിക്കുന്നത്. റെയ്ഡ്. അടുത്തത് ഇയും എയും കൂടെ വരുന്ന ബ്രേക്ക്, എ ശബ്ദമാണ്, ബ്രേ.
അപ്പം ലോങ് എക്ക് വരുന്ന ശബ്ദങ്ങൾ ഇതൊക്കെയാണ്. എയും ഐയും ചേർന്നാൽ എ വരും, ഈയും എയും കൂടെ ചേർന്നാലും ബ്രേക്ക്. കണ്ടോ, ബ്രേക്ക്. എയും വൈയും കൂടെ ചേർന്നാലും ലോങ് എ വരും, എ, ബേ. ഈയും വൈയും കൂടെ ചേർന്നാലും കെ, എയ്, എയ്റ്റ്. കണ്ടോ, എയ്. എയും ഐയും കൂടെ ചേർന്നാൽ റെയ്ഡ്, ബ്രേക്ക്, ബേ, കെ, എയ്റ്റ്. അടുത്തത് ലോങ് ഐ വരുന്നത് ഐയും ജിയും എച്ചും കൂടെ വരുമ്പോഴും വരും, ഐയും ഇയും കൂടെ വന്നാലും വരും. അപ്പം സൈറ്റ്, പൈ. അടുത്തത് നോക്കൂ, ലോങ് ഓ വരുന്നത് ഓയും ഇയും കൂടെ വരുന്നത് ലോങ് ഓ ശബ്ദം, ടോ, ബോട്ട്, ലോ. അടുത്തത് ലോങ് ഇ വരുന്നത് ഇയും എയും കൂടെ വരുമ്പം സീറ്റ്, ഇയും കൂടെ വരുമ്പോഴും ഈ വരും, പീൽ. ഈയും വൈയും കൂടെ വരുമ്പം വാലി, ഐയും ഈയും കൂടെ വരുമ്പം കുക്കി, ഈയും ഐയും കൂടെ വരുമ്പം സീലിംഗ്. ലോങ് യു വരുന്നത് യൂണിക്കോൺ. പിന്നെ യുവും ഈയും കൂടെ വരുന്നത് ക്യൂബ്, ക്യൂട്ട്. യുവും ഐയും കൂടെ വരുന്നത് ഫ്രൂട്ട്, സ്യൂട്ട്. യുവും ഈയും കൂടെ വരുന്നത് ഗ്ലൂ, ക്ലൂ. ഓ, മൂൺ, ജൂ. യു, ന്യൂസ്, ത്രൂ. ഓ യു, യു, യങ്. ഇതുപോലെ ഇറഗുലർ വവൽ ടീം വരുന്നതുണ്ട്. ഐയും ഇയും കൂടെ ചേരുമ്പോഴും ഈ വരും, ഇയും എയും കൂടെ ചേരുമ്പോഴും ഈ വരും, ഓയും കൂടെ ചേരുമ്പോഴും ഊ വരും, ഈയും ഐയും കൂടെ ചേരുമ്പോൾ എ വരും. ഉദാഹരണം നോക്ക്, ഐ ഈ വരുമ്പോൾ ഈ ശബ്ദം വരുന്നത് ലോങ്, ബ്രീഫ്, ഫീൽഡ്, ബേബീസ്, പ്ലേസ്. ഇത് ഷോർട്ട് വരുന്നത് ഹെവി, ഹെഡ്, വെപ്പൺ, ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ഈ എ വന്നപ്പോൾ ലോങ് എ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഈ എയും കൂടെ വരുമ്പം ഷോർട്ട് ഈ വരുന്ന ശബ്ദങ്ങളുണ്ട്. അതാണിത്, ഹെവി, ഹെഡ്, വെപ്പൺ, ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഊ വരുമ്പം ഓ വരുമ്പോഴത്തേന് എന്ത് വരുന്നുണ്ട്, ഷോർട്ട് യു വരുന്നുണ്ട്. അത് ഫുഡ്, ഫുഡ്, വുഡ്, കുക്ക്, ബുക്ക്. ബുക്ക് എന്നല്ല പറയുന്ന, കൂക്ക് എന്നല്ല പറയുന്ന, വൂഡ് എന്നല്ല പറയുന്ന, ഫുഡ് എന്നല്ല പറയുന്ന. ഫുഡ്, വുഡ്, കുക്ക്, ബുക്ക്. അങ്ങനെ വരുന്നത്. അടുത്തത് ഈ ഐയും വരുമ്പം ലോങ് എ വരും, വെയിൻ, വെയിറ്റ്, നെയ്ബർ. കണ്ടോ, വെയിൻ, വെയിറ്റ്, നെയ്ബർ. അടുത്തത് നോക്ക്, എൻ ജി ചേർന്ന് വരുന്ന ക്ലസ്റ്റർ. എൻ ജി ചേർന്ന് വരുമ്പോൾ ങ് ശബ്ദമാണ്, ആങ്. എൻ ജിയുടെ എ ചേർന്ന് വരുമ്പോൾ ആങ് എന്ന ഉച്ചാരണം, സാങ്, ഗ്യാങ്. എൻ ജിയുടെ ഐ ചേർന്ന് വരുമ്പോൾ ഇങ്, റിങ്, ബ്രിങ്. അടുത്ത് നോക്ക്, എൻ ജിയുടെ കൂടെ ഓ ചേർന്ന് വരുന്നത് സ്ട്രോങ്, ലോങ്. എൻ ജിയുടെ കൂടെ യു ചേർന്ന് യു എൻ ജി, അങ്, സങ്, ലങ്. കണ്ടോ, അപ്പം ആങ്, ഇങ്, ഓങ്, അങ്, സാങ്, ഗ്യാങ്. ഐ എൻ ജി വരുമ്പോൾ റിങ്, ബ്രിങ്. ഒ എൻ ജി വരുമ്പോൾ സ്ട്രോങ്, ലോങ്. യു എൻ ജി വരുമ്പോൾ സങ്, ലാങ്. കണ്ടോ, അത് തന്നെ എസ് ചേർന്ന് വരുന്ന ക്ലസ്റ്ററുകൾ നോക്കാം. എസ് ചേർന്ന് വരുന്ന കൂട്ടങ്ങൾ ഏതൊക്കെയാണ്? എസും സിയും കൂടെ വരുമ്പോൾ സ്ക്, എസ് എമ്മും കൂടെ വരുമ്പോൾ സ്മ, എസും പിയും കൂടെ ചേരുമ്പോൾ സ്പ്, എസും ഡബ്ല്യൂയും കൂടെ സ്വ, എസും പി ആറും സ്പ്ര, എസും സി എച്ച് സ്ക്. അത് സ്ക്, സ്ന്, സ്റ്റ്, സ്ക്ര്, സ്ക്യൂ, സ്പ്ല്. സ്കാം, സ്മൈൽ, സ്പൂൺ, സ്വാൻ, സ്പ്രിംഗ്, സ്കൂൾ. സ്കേറ്റ്, സ്നേറ്റ്, സ്റ്റിക്ക്, സ്ക്രാപ്പ്, സ്ക്വാഡ്, സ്പ്ലാഷ്. അടുത്തത് ബ്ലെൻഡ്സ് നോക്കാം. ബ്ലെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കോൺസണന്റ് വേർഡ്സ് ഈച്ച് കോൺസണന്റ് സൗണ്ടിന് ബ്ലെൻഡ്. അതായത് ഇതിലിപ്പോൾ ട്രീ എന്ന വാക്കിൽ ടി ആറും കൂടെ ചേർന്നിട്ട് ട്ര എന്ന ശബ്ദം ഉണ്ടാകുന്നു. ഗ്രേപ്പ്, ഗ്രേപ്പ് എന്ന വാക്കിൽ ജി ആറും ഗ്രേ. ഇവിടെ ഫ്ര, ഫ്രോഗ്, ഫ്രോഗ്, ഗ്രേപ്പ്, ട്രീ, ട്ര, ഗ്ര, ഫ്ര. കണ്ടോ, അതിന് ഡയഗ്രാഫ്. അതുപോലെ തന്നെ രണ്ട് ശബ്ദങ്ങൾ ഡയഗ്രാഫ്, 2 ലെറ്റേഴ്സ് ചേർന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാകുന്നു. എസ് എച്ചും കൂടെ ചേരുമ്പോൾ ഷ്. ഇവിടെ ട് രണ്ടായിട്ട് പറയാം, ട്ര, ഗ്ര, ഫ്രോ. ഇവിടെ ഷ് എന്ന ഒറ്റ ശബ്ദം. അതുപോലെ സി എച്ചും കൂടെ ചേരുമ്പോൾ ച്, ചെറി. ഇനി സിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്കുണ്ടാകുമ്പം
അതിലെ ഏറ്റവും ചെറിയ പാർട്സ്, അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഓരോ ശബ്ദങ്ങളാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പാർട്സിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. ഓരോ സിലബിളിലും മസ്റ്റായിട്ട് ഒരു വവൽ ഉണ്ടാകണം. ഉദാഹരണം നോക്ക്, ക്യാറ്റർ പില്ലർ. ക്യാറ്റർ പില്ലറിൽ നോക്ക്, ക്യാറ്റ്, പില്ല്, 6. ക്യാറ്റർ പില്ലർ. അപ്പം 4 സിലബിൾ വേർഡാണ് ക്യാറ്റർ പില്ലർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തൊരു വവലുണ്ട്, ഇതിലൊരു വവലുണ്ട്, ഇതിലൊരു വവലുണ്ട്, ഇതിലൊരു വവലുണ്ട്. കണ്ടോ? ഇനി 1 സിലബിൾ വേർഡെന്ന് പറഞ്ഞാൽ ഒരു സിലബിൾ മാത്രമേ ഉള്ളത്. ഇറ്റ്, ഓൺ, അറ്റ്. ഇതിലൊക്കെ 1 മാത്രമല്ലേ ഉള്ളൂ. 2 സിലബിൾ വേർഡെന്ന് പറഞ്ഞാൽ 2 എണ്ണം കാണും. ബേബി, ബേബി. ടേബിൾ, ടേബിൾ. വാട്ടർ. കണ്ടോ? വാട്ടർ, ടേബിൾ. അപ്പം 2. ഇത് 2 സിലബിൾ. ഇനി കോംപ്ലക്സ് സിലബിൾ വേർഡ്സ് സ്ട്രേഞ്ച്, ത്രോ, ഇങ്ങനെ വരും. ഇവിടെ 2 അതിലധികമോ കോൺസണൻസ് വവലുമായിട്ട് ചേർന്നിട്ടാണ് ഈ കോംപ്ലക്സ് സിലബിൾ വേർഡ്സ്. അതുകൊണ്ട് ഇവിടെ സ്ട്രേഞ്ച്, സ്ട്രേഞ്ച്, STRൻ്റെ കൂടെ എയും കൂടെ ചേരുമ്പോൾ സ്ട്രേ, NGയും കൂടെ ചേരുമ്പോൾ ജ്, 3 എണ്ണം വന്നു. ഇവിടെ ത്രോ, TH6 അതിൻ്റെ കൂടെയാണ് ഓ ചേർന്ന് വന്നത്. അതുകൊണ്ടാണ് കോംപ്ലക്സ് സിലബിൾ വേർഡ്സ് എന്ന് പറയുന്നത്. അടുത്ത ഇനി ക്ലോസ്ഡ് സിലബിൾസ് എന്താണെന്ന് നോക്ക്. അത് ഒരു കോൺസണൻറ്റിൽ അവസാനിക്കും. അതുപോലെ തന്നെ CVC, കോൺസണൻറ്റ്, വവല്, കോൺസണൻറ്റ്, ഈ പാറ്റേണിലായിരിക്കും. കോൺസണൻറ്റ്, വവല്, കോൺസണൻറ്റ്, അങ്ങനെയുള്ള പാറ്റേണിലുള്ള വേർഡ്സ് ആയിരിക്കും. ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ലോങ്ങർ വേർഡ്സ്. അതുപോലെ ലോങ്ങർ വേർഡ്സിൽ കാണാം. എക്സാമ്പിൾ ക്യാറ്റ്, സിറ്റ്. അതായത് നോക്ക്, ഇത് കോൺസണൻറ്റ്, അതായത് ഇത് വ്യഞ്ജനം, സ്വരം, വ്യഞ്ജനം. കണ്ടോ? കോൺസണൻറ്റ്, വവല്, കോൺസണൻറ്റ്, കോൺസണൻറ്റ്, വവല്, കോൺസണൻറ്റ്. കണ്ടോ? അതുപോലെ ബാസ്ക്കറ്റിൽ 2 എണ്ണം ഉണ്ട്. 2 ക്ലോസ്ഡ് സിലബിൾസ്. ബാസും ഉണ്ട്, കെറ്റും ഉണ്ട്. ബാസ്, BAS, KET, കെറ്റ്. ഇത് 2 ക്ലോസ്ഡ് സിലബിൾ വന്നിട്ടാണ് എന്താണ് ബാസ്ക്കറ്റ് എന്ന വാക്കുണ്ടാകുന്നത്. അത് അറിയാനൊന്നുമില്ല, ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ.